ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി കുരിശ് പൊളിച്ചു നീക്കി തിരിച്ചുപിടിച്ച സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിലെ റവന്യൂ ഭൂമി വനം വകുപ്പിന് കൈമാറും. മേഖലയിലെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഭൂമി വനം വകുപ്പിന് കൈമാറുന്നത്. 2016 300 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ചത്. അതേസമയം റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തതിന് ശേഷം ഒരു പരാതി പോലും കയ്യേറ്റക്കാർ നൽകിയില്ല. വലിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയതുമാണ് പാപ്പാത്തിച്ചോലയിലെ കുരിശുപൊളിക്കലും ഭൂമി ഏറ്റെടുക്കലും. 2016 വിവാദ നായകൻ ശ്രീറാം വെങ്കിട്ടരാമൻ ദേവികുളം സബ് കളക്ടറായിരിക്കെ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടന കുരിശുവെച്ച് കയറിയ പാപ്പാത്തിച്ചോലയിലെ 300 ഏക്കറിലധികം വരുന്ന ഭൂമി തിരിച്ചുപിടിച്ചത്. ഇവിടെ സ്ഥാപിച്ചിരുന്ന വലിയ കുരിശ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയതായിരുന്നു വിവാദത്തിന് കാരണമായത്. എന്നാൽ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തതിനു ശേഷം ഒരു പരാതി പോലും കയ്യേറ്റക്കാർ ഇന്നുവരെ നൽകിയിട്ടുമില്ല. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി വനം വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബഹുദേവുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത പാപ്പാത്തിച്ചോലയിലെ 300 ഏക്കറോളം വരുന്ന സ്ഥലം വനം വകുപ്പിന് കൈമാറാനുള്ള സർവേ നടപടികൾ ഊർജിതമായിട്ട് നടന്നു വരുന്നു. അപൂർത്തിയായവർക്ക് അത് വനം വകുപ്പിന് കൈമാറാനായിട്ടാണ് ഗവൺമെന്റിന്റെ തീരുമാനം. ഹെഡ് സർവേയർ ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സർവേ നടപടികളും ആരംഭിച്ചു. സർവേ നമ്പർ 34/1 ഭൂമിയാണ് ഇപ്പോൾ സർവേ നടത്തുന്നത്. നടപടികൾ പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് ഭൂമി വനംവകുപ്പിന് കൈമാറുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കിയ പാപ്പാത്തിച്ചോലയിലെ സർക്കാർ ഭൂമി ഇനി വനംവകുപ്പിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായിട്ടാണ് റവന്യൂ വകുപ്പ് മുൻപോട്ട് പോകുന്നത്. ജോജി ജോണിനൊപ്പം ബിനീഷ് ആന്റണി, ചിന്നക്കനാൽ.